Hello, children. Today, let us do heredity and evolution. Either let us begin with a very good news, and that is heredity and evolution. Basic concepts of evolution fully deleted. Okay, so now what do you have to learn? Only heredity. അപ്പോൾ എത്ര എളുപ്പമായല്ലോ. അപ്പോൾ യു ഹാവ് ടു ലേൺ ദിസ് വെരി നൈസ്ലി, വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. ഓക്കെ, ദിസ് ലെസൺ ഇസ് ഗോയിങ് ടു ഓപ്പൺ യു അപ്പ് ടു എ ന്യൂ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഈസ് കോൾഡ് ആസ് ജെനറ്റിക്സ്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ജെനറ്റിക്സിനെ പറ്റി കൂടുതൽ ഡീപ്പ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇത്രയും വലിയൊരു ഫീൽഡാണ് ജെനറ്റിക്സ്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇസ് ദെയർ ഫോർ യു. ഓക്കെ, അണ്ടർ ദ ടോപ്പിക് ഹെറിഡിറ്റി. ലെറ്റ് us begin with this picture. ഈ പിക്ചറിൽ യു ക്യാൻ സീ എ ബോയ് ആൻഡ് എ ഡോങ്കി. കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ട്സ് അല്ല, ദേ ആർ ഫുള്ളി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ അല്ലേ? ദേ ആർ ഫുള്ളി ഡിഫറെൻറ്റ്. ഓക്കെ, ബട്ട് നൗ ഇഫ് യു സീ ദിസ് പിക്ചർ, both are boys. So will you say they are same? Yes, donkey na compare cheyumbam these both are boys, no? So they are same. So this is how we see similarities. But now you look closely, can you not identify them as different persons? Their hair is different, correct? Their face cut is totally different. യെസ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ കോൺസെപ്റ്റ് പറയുന്നത്? അപ്പോൾ ദിസ് വാസ് എ കാർട്ടൂൺ ഇമേജ്. ഓക്കെ, അതർവൈസ് ഇൻ നോർമൽ ഹ്യൂമൻ ബീങ്സ് ഇഫ് യു ആർ ഗോയിങ് ടു സീ, നമ്മൾ എന്താ കാണുക? എല്ലാവരും മുഖച്ചായ വ്യത്യാസമുണ്ട്, എല്ലാവരുടെ ഹൈറ്റ്, വെയ്റ്റ്, ബോഡി സൈസ്, എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. നോ, ദിസ് ഈസ് വാട്ട് വി കോൾ ആസ് വേരിയേഷൻസ്. അപ്പോൾ വേരിയേഷനിൽ നമ്മൾ പറയുന്ന ഉദ്ദേശം എന്താണ്? ഈ സ്മോൾ ഡിഫറൻസസ് ദാറ്റ് വി സീ ഇൻ ഇൻഡിവിജ്വൽ ഓഫ് എ സ്പീഷീസ്. Okay, but donkey and human beings, we know they are different species. They are totally different from each other. But when you're talking about only human beings, we see so many variations in the human beings. For example, if you take the example of these ears, some people have their earlobes attached to their face, and some people have their earlobes not attached to their face. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ ക്ലിയർലി സീ നോ എത്ര ആൾക്കാരാണ് ഈ ഫസ്റ്റ് മേലെ കാണുന്ന ലൈൻ ഓഫ് പിക്ചേഴ്സ്. ദേ ഷോ ദ പീപ്പിൾ അവരുടെ ഇയർ ലോബ്സ് വന്ന് അറ്റാച്ച്ഡ് അല്ല അല്ലേ, ഫേസിൽ അറ്റാച്ച്ഡ് അല്ല. പക്ഷേ സെക്കൻഡ് കേസിൽ നോക്കൂ, ഇയർ ലോബ്സ് വേറെ ഫ്രീ ആയിട്ടില്ല, ഫേസിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ വേരിയേഷൻ, കറക്റ്റ്. അപ്പോൾ ഈ വേരിയേഷൻ വരാൻ ഹ്യൂമൻ ബീങ്സ് ആകുമ്പോൾ എല്ലാവരുടെ സെയിം ആവാനല്ലോ. പക്ഷേ ഈ സ്മോൾ ലെവലിലൊരു വേരിയേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഐ എം ജസ്റ്റ് ഗിവിങ് യു എക്സാമ്പിൾസ്. സം പീപ്പിൾ can roll their tongue like this, others cannot roll, so that is also a kind of variation. Okay, പിന്നെ some people have dimples on their cheek, some people have dimples on their chin. പിന്നെ ഈ മുടിയിൽ കാണുന്ന ഒരു ഇതിനെ പറയാം വിഡോസ് പീക്ക്. ഈ ഒരു പീക്കായിട്ട് നെറ്റിയിൽ കാണുന്നുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഒരു സ്ട്രേറ്റ് ഹെയർ ലൈൻ ഉണ്ടാവുക. അപ്പോൾ ആ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ചില ആൾക്കാർക്ക് തം ഫിംഗർ നോക്കുകയാണെങ്കിൽ ടോസിൽ തം ഫിംഗർ ഇസ് സ്മോളർ ദാൻ ദ സെക്കൻഡ് ഫിംഗർ. ചില ആൾക്കാർക്ക് അത് സെയിം സൈസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് സെക്കൻഡ് ഫിംഗർ സ്മോളർ സൈസ് ആയിരിക്കും. അപ്പോൾ ദീസ് ആർ ഓൾ ആർ വേരിയേഷൻസ് ദാറ്റ് വി ഫൈൻഡ് ഇൻ ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പോൾ ഈ വേരിയേഷൻസ് ഒക്കെ നോക്കി വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? യെസ്, വി ഓൾ ആർ സോ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, ബട്ട് സ്റ്റിൽ വി ലുക്ക് സിമിലർ ടു അവർ പേരൻസ്. നോ, കറക്റ്റ്. നമ്മൾ സ്കൂളിൽ നമ്മൾ കാണുന്ന ഫ്രണ്ട്സ് ആർ സോ ഡിഫറെൻറ്റ് ഫ്രം അസ്, ബട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബ്രദേഴ്സ് ആർ സോ സിമിലർ ടു യു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരണം? ഓക്കെ, ദിസ് ഈസ് സംതിങ് ദറ്റ് യു ഗെറ്റ് ഫ്രം യുവർ പേരൻസ്. ഓൾ ദ ഫീച്ചേഴ്സ് ദാറ്റ് യു ഹാവ്, യു ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ പേരൻസ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് heredity. So what is heredity? The passing of characters, some characters that we get from our parents. So from parents to offspring, what we inherit, that is called as heredity. To understand heredity, what is it that we are getting from our parents? First we have to talk about that. Okay, but when we talk about an individual or organism is made up of many cells അല്ലേ? അതൊക്കെ നമുക്കറിയാം. ലൈൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ലൈക്ക് യു ഹാവ് യുവർ ക്യൂബോയിഡൽ സെൽസ്, യുവർ മസ്ക്യുലാർ സെൽസ് ആർ ദെയർ, യുവർ ന്യൂറോൺസ് യു സ്റ്റഡീഡ്. Okay, അപ്പോൾ ഈ all cells, they all have different shapes, but then the basic thing that a cell membrane, cytoplasm and nucleus, almost all cells have that. So let us start with the basic structure of any cell.
ഓക്കെ. ഇപ്പോൾ ദ സെൽ ഹാസ് എ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഉള്ളത്. ദാറ്റ് ഓൾസോ യു ഹാവ് സ്റ്റഡീഡ് ഇൻ ലോവർ ക്ലാസ് ദാറ്റ് ഇറ്റ് ഈസ് DNA is present inside the nucleus അല്ലേ. ഈ ഫുൾ DNA is finally what it is made up of, correct. അപ്പോൾ ഈ DNA വന്നൊരു ലോങ് ചെയിൻ, വലിയൊരു ചെയിൻ ലൈക്ക് സ്ട്രക്ചറാണ് DNA. അത് ആക്ച്വലി ഒരു ലാഡറിൻ്റെ പോലെ ഉണ്ടാവും. അതിന് രണ്ട് സൈഡ്സ് ഉണ്ടാവും, പിന്നെ നടുവിൽ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റാണ് DNA സ്ട്രക്ചറും ആൻഡ് ഓൾ ദാറ്റ്. യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്, +1 +2 വിൽ ലേൺ ഓൾ ദാറ്റ് obviously if you choose for science. ഓക്കെ. അപ്പോൾ ഈ DNA വന്നൊരു ലോങ് സ്ട്രക്ചറാണ്. ബട്ട് ദെൻ ഈ ലോങ് സ്ട്രക്ചർ അങ്ങനെ സ്ട്രേറ്റ് ആയിട്ടല്ലാതെ ഇങ്ങനെ ഒരു ഹെലിക്സിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ ഒരു ട്വിസ്റ്റിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. എന്നിട്ട് ഈ ഫുൾ DNA സ്ട്രക്ചർ ഫോംസ് ദ മാസ് ഇൻസൈഡ് യുവർ ന്യൂക്ലിയസ്, ആൻഡ് ഇൻസൈഡ് യുവർ ന്യൂക്ലിയസ് ദിസ് ഈസ് പ്രസൻറ്റ് ആസ് ക്രോമോസോംസ്. Like this. Inside your nucleus, this DNA is organized as chromosomes. And these chromosomes, if you see closely, they are actually two pairs of them together. അപ്പോൾ ഇതാണ് നമ്മൾ സ്പീഷീസിൽ വെറൈറ്റി വരുന്നതിനൊക്കെ ഇതാണ് കാരണം. ഫോർ എക്സാമ്പിൾ, we started off with the example of a boy and a donkey, no? In human beings, you have 23 pairs of chromosomes. അപ്പോൾ ടോട്ടൽ എത്ര ക്രോമോസോം ഉണ്ട്? വെരി ഗുഡ്, 46. ഓക്കെ. അതേപോലെ ഒരു ഡോങ്കിയിൽ എത്ര അറിയോ? 31 pairs of chromosome. അങ്ങനെ വേറെ വേറെ ഓർഗാനിസംസിൽ വേറെ വേറെ നമ്പർ. ബാക്ടീരിയയിലൊക്കെ 1 chromosome 2 chromosome അങ്ങനെയും അവസ്ഥ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓൾ ഓർഗാനിസംസ് ഹാവ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് ക്രോമോസോംസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ ഓൾ ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ your genetic material is present as DNA, that is deoxyribonucleic acid, and it is arranged as the chromosomes that we can see here like this. ഓക്കെ. ഇനി ഈ ക്രോമോസോംസിൽ ഇതും ഫുൾ DNA തന്നെയാണ്, ഈ ക്രോമോസോംസും ഫുൾ DNA തന്നെയാണ്. ബട്ട് ഈ ക്രോമോസോംസിൽ ചില സ്പോട്ട്സ് വന്ന് ആർ ഫങ്ഷണൽ. ഓക്കെ. സച്ച് ഫങ്ഷണൽ സ്പോട്ട്സ് ഓഫ് ദ DNA ആർ കോൾഡ് ആസ് ജീൻസ്. So if you take an example of a chromosome like this, okay, it's a cartoon picture. In that you can see, two chromatids are joined together. Okay. And on that you can see the lines or patches. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്? ഓരോ ക്രോമോസോമിൽ ഇങ്ങനെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ജീൻസ്. ഓക്കെ. അപ്പോൾ ജീനും എന്താണ്? അതും DNA തന്നെയാണ്. ഓക്കെ. ക്രോമോസോമിൻ്റെ ഒരു ചെറിയ കഷ്ണത്തിന് ജീനിന് പറയാം. ആ ചെറിയ കഷ്ണം മറ്റേ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ദാറ്റ് ഈസ് ഫങ്ഷണൽ. അതേഴ്സ് ആർ നോട്ട് ഫങ്ഷണൽ. ഓക്കെ. ഇപ്പോൾ ഈ ചെറിയ ഭാഗത്തിന് നമ്മൾ ജീൻസ് പറയണ്ടോ, ഫങ്ഷണലും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവരുടെ ഫങ്ഷൻ? Okay, they are the ones who give command. That is the function of the genes. How do genes give command? They order for the formation of proteins, synthesis of proteins. അപ്പോൾ ഒരു ജീൻ വന്ന് ഒരു ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസിനുള്ള സിഗ്നൽ കൊടുക്കുന്ന പരിപാടിയാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഒരു ജീൻ വന്ന് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സിഗ്നൽ കൊടുക്കുന്ന പരിപാടിയാണ്. Let us understand this with the help of an example. Okay, this is an example of the human growth hormone. ഇപ്പോൾ ഒരു ജീൻ വന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഓർഡർ കൊടുക്കുന്നുണ്ടല്ലോ. ഈ പ്രോട്ടീൻ എന്തായിരിക്കും? ഒരു ഹോർമോണോ ഇല്ലെങ്കിൽ ഒരു എൻസൈം ആയിരിക്കും. ഈ ഹോർമോണിൻ്റെ ലെവൽ ബോഡിയിൽ എത്രയുണ്ട് അതിനനുസരിച്ച് ബോഡീൻ്റെ വളർച്ചനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ, ഇഫ് മോർ ലെവൽസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺസ് ആർ പ്രസൻറ്റ് ദെൻ ദ ബോഡി വിൽ ബിക്കം ടോൾ. അതേ സമയത്ത് ഇഫ് ദ ലെവൽ ഓഫ് ദീസ് ഹോർമോൺസ് ഇസ് ലെസ് ദെൻ യുവർ ബോഡി വിൽ ബി ഷോർട്ട്. ഓക്കെ. അപ്പോൾ കുറേ കോംപ്ലാന്റ് ഒന്നും കുടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഹൈറ്റ് വെക്കൂല. ഇറ്റ് ഈസ് ഫൈനലി യുവർ ജീൻസ് വിച്ച് ഈസ് ഗോയിങ് ടു കോഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ ആൻഡ് ഫൈനലി ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് യുവർ ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് ഈസ് സംതിങ് എ ജനറ്റിക് ക്യാരക്ടർ. അപ്പോൾ ദിസ് ഈസ് ഹൗ വി സേ ദാറ്റ് ജീൻസ് ആർ ഫൈനലി ഹു കൺട്രോൾ ദ ക്യാരക്ടേഴ്സ് ഇൻ എ ഹ്യൂമൻ ബീങ് ഓർ ഇൻ എനി ലിവിങ് ക്രീച്ചർ ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ ഇവിടെ ഈ ക്രോമോസോമിൽ ഒരു ജീൻ ഉണ്ട്, അതിൻ്റെ സെയിം ജീനാണ് അടുത്ത ക്രോമോസോമിലുള്ളത്. ഓക്കെ. ഈച്ച് ക്രോമോസോംസ് ആർ പെയർഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ. ആ ജീൻസ് ഒക്കെ സിമിലർ ജീൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ജീൻസ് വന്ന് ഒരു സ്പെസിഫിക് ക്യാരക്ടറിനായിരിക്കും. ഇപ്പോൾ ഞാനൊരു വെരി സിമ്പിൾ എക്സാമ്പിളിൻ്റെ രൂപത്തിൽ പറയാണ്. ദിസ് ഈസ് എ പെയർ ഓഫ് ക്രോമോസോം. സോ ഫ്രം ദിസ് വാട്ട് ഡു വി നോ? ദിസ് സൈഡ് ഹാസ് കംപ്ലീറ്റ്ലി പെയർഡ് വിത്ത് ദിസ് ക്രോമോസോം അല്ലേ. ബോത്ത് ദ ക്രോമോസോംസ് ഹാവ് പെയർഡ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ ഒരു ക്രോമോസോമിൽ ഈ കാണുന്ന പാർട്സിനെ വി സേ ജീൻസ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ക്രോമോസോംസിലും ജീൻസ് ഉണ്ട്.
ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെ പെയറാവുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരു ക്രോമോസോമിൻ്റെ പെയറിൽ യു ക്യാൻ ഫൈൻഡ് ജീൻസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദ DNA. അപ്പോൾ ഈ രണ്ട് ജീൻസും ഒരേ സംഭവത്തിനാവും, ഒരേ ക്യാരക്ടറിന് വേണ്ടിയിട്ടാവും. ഈ രണ്ട് ജീൻസും ഒരേ ക്യാരക്ടറിന്, ഈ രണ്ട് ജീൻസും ഒരേ ക്യാരക്ടർ, അങ്ങനെ പെയർഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കാണുന്നത്, ഒരു ക്യാരക്ടറിന് വേണ്ടി 2 ജീൻസ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, അതിനെ പറയാം അലീൽ. സെയിം ക്യാരക്ടറിന് വേണ്ടിയിട്ട് 2 അലീൽസ് പ്രസൻറ്റ് ആവും. പക്ഷേ ഓർഗാനിസമിൽ വന്ന് ഒരു ക്യാരക്ടറാണ് എക്സ്പ്രസ് ആവുക. ആ ക്യാരക്ടറിനെ പറയാം ഡോമിനൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ ഓൾ പാർട്സ് ഓഫ് അവർ ബോഡി കൺസിസ്റ്റ് ഓഫ് സെൽസ്, ആൻഡ് ഈച്ച് സെൽ ഹാസ് എ പെയർ ഓഫ് ക്രോമോസോം ഇൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് മീൻസ് paired. Chromosomes are paired. Only 2 cells are there in which chromosomes are not paired. Okay, haploid chromosomes are present. അത് ഏത് സെല്ലാണ്? ദാറ്റ് ഈസ് ദ gametes. That is the sperm cell and the ova. They have haploid number of chromosomes. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മീൻസ് haploid means only 23 chromosomes are there. ഓക്കെ, പെയർ ആയിട്ടില്ല, ഓൺലി 23 ക്രോമോസോംസ് ആർ ദർ. അപ്പോൾ ഈ ഫുൾ 23 ക്രോമോസോം വെച്ച് പഠിക്കുന്ന നേരം നമുക്ക് ഈ ഒറ്റ ക്രോമോസോം വെച്ച് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. ആ ഹ്യൂമൻ ബീയിങ്ക്ക് വന്ന് ഈ 2 ക്രോമോസോം എവിടുന്നാണ് കിട്ടുന്നത്? ഒരു ക്രോമോസോം വന്ന് സ്പേം സെല്ലിൽ തരുന്നുണ്ട്. 1 ക്രോമോസോം ഇസ് കമ്മിങ് ഫ്രം ദ ഓവ. ഓക്കെ, ആൻഡ് ദേ ടു പെയർ വിത്ത് ഈച്ച് അതർ. ഈ ന്യൂലി ഫോംഡ് സൈഗോട്ടിൽ 23 പെയർസ് ഓഫ് ക്രോമോസോംസ് വിൽ ബി ദെയർ. ഓക്കെ, ഈ 23 പെയർസ് മീൻസ് ടോട്ടൽ 46. ആ 46ൽ 23 കമ്മിങ് ഫ്രം ദ സ്പേം ആൻഡ് 23 കമ്മിങ് ഫ്രം ദ ഓവ. അപ്പോൾ ദേ ഫ്യൂസ് ടുഗെദർ ആൻഡ് യു ഹാവ് 46 chromosomes. Okay, that is 23 pairs of chromosomes you will have. അപ്പോൾ ഈച്ച് പെയർ ഓഫ് ക്രോമോസോം ഇനിയിപ്പോൾ എന്താവും? ഇത് ഫാദറിന് കിട്ടിയ ഒരു ക്രോമോസോം ആവും, അത് പെയർ ചെയ്തത് മദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ക്രോമോസോം ആവും, അല്ലേ? അപ്പോൾ ആ സെയിം ക്രോമോസോംസിൽ ഒരേ ജീനിൻ്റെ ഇപ്പോൾ 2 അലീലായി. അപ്പോൾ അഗെയിൻ വാട്ട് നൗ? ന്യൂ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 2 അലീൽസിൽ ഏത് അലീലാണ് കൂടുതൽ ഡോമിനൻറ്റ്, അത് എക്സ്പ്രസ് ആവും. ഏത് അലീലാണ് ഡോമിനൻറ്റ് അല്ലാത്തത്, അത് റിപ്രസ് ആയിപ്പോവും. ഓക്കെ, thus we say that a given individual will acquire characteristics from both his mother also and father also. അപ്പം രണ്ടാളുടെ അടുത്തു നിന്നും ജീൻസ് കിട്ടുന്ന കാരണം, ഇഫ് ദ ഫാദേഴ്സ് ജീൻ ഓഫ് കർലി ഹെയർ ഇസ് ഡോമിനൻറ്റ്, ദെൻ ദ ചൈൽഡ് വിൽ ഓൾസോ ഹാവ് എ കർലി ഹെയർ. അതേപോലെ ഇഫ് മദേഴ്സ് ജീൻ ഓഫ് എ ബ്ലൂ ഐ ഇസ് ഡോമിനൻറ്റ്, ദെൻ ദ സൺ വിൽ ഓൾസോ ഹാവ് എ ബ്ലൂ ഐ, ലൈക്ക് ദാറ്റ്. ആ കുട്ടിയിൽ ഏത് ജീൻസാണ് ഡോമിനൻ്റ് ആയിട്ട് വന്നത്, ഫ്രം ദ മദർ or father, the child will express that. Okay, so this explains heredity, how characters are inherited from the parents. ഇതിപ്പോൾ നമുക്ക് കുറേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അഡ്വാൻസ് ആയതുകൊണ്ട് കുറേ ഇൻവെൻഷൻസും കുറേ ഡിസ്കവറീസും ഒക്കെ ഈ ഫീൽഡിൽ നടന്നിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് ആൻഡ് സോ മെനി ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഹാവ് occurred. So we are able to understand all these to at this level. ഓക്കെ, ബട്ട് ഗ്രെഗർ മെൻഡൽ എത്രയോ വർഷങ്ങളിൽ മുന്നേ DNA was not even discovered at that time. At that time, he could correctly tell that what is exactly happening when we talk about inheritance. Okay, so he is considered as a father of genetics because he started off the first stepping stone in the making of genetics. Okay, ഈ genetics പഠിച്ചിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് കുറേ സ്കോപ്പ് ഉണ്ട് അവിടെ, ലൈക്ക് ഇൻ DNA forensics, DNA fingerprinting and forensic sciences, and then also as genetic engineer for every field. No application of biology happens here. Okay, biotechnology and all deals with this genetics. ഓക്കെ, അപ്പോൾ അത് വലിയ വലിയ ഫീൽഡാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ബട്ട് ദെൻ ഹിയർ നൗ യു ഹാവ് ജസ്റ്റ് എ സിമ്പിൾ ഇൻട്രൊഡക്ഷൻ, ബേസിക്, വെരി വെരി ബേസിക് തിങ്സ് ഫോർ യു ടു നോ. ആൻഡ് ഫൈനലി ഇഫ് യു ചൂസ് ഫോർ സയൻസ് ആൻഡ് go for +1 +2 with it, then you will learn many more things. In +1 +2 itself, this topic is taken in quite a detail. Okay, ഇനിയിപ്പോൾ this was actually I took it in another way round from how it is given in your text book. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന് ഫസ്റ്റ് ഗ്രെഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, പിന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രെഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദിസ്. ഓക്കെ, ബട്ട് നൗ ലെറ്റ് us see what Gregor Mendel did.
Gregor Johann Mendel, he did 2 experiments with the pea plants. He did the monohybrid cross and the dihybrid cross, and then from these 2 experiments he came up with 3 principles, okay, that are also called as Mendel's laws, and they are called the law of dominance, law of segregation, and the law of independent assortment. Okay, അപ്പോൾ ഈ ഇത് വന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.